മോർണിംഗ് ടീച്ചർ. ഇത്ര രാവിലെ ഇവിടെ പോയിട്ട് വരുന്നു? ഞാൻ രാവിലെ ഒന്ന് വെറുതെ നടക്കാൻ പോയതാ. എനിക്ക് പ്രകൃതിയോട് വളരെ ഇഷ്ടമാ. പ്രകൃതിക്ക് ആകർഷണ ശക്തിയുണ്ട്. എന്നാൽ ചില സമയങ്ങളിൽ മനുഷ്യനെ പ്രതിയാക്കി മാറ്റാനുള്ള ശക്തിയും ഉണ്ട്. മനസ്സിലായില്ല. ടീച്ചർക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ശരി, മനസ്സിലാവുമ്പോൾ മനസ്സിലായിക്കോട്ടെ. മാധവ, എനിക്ക് നല്ല കടുപ്പത്തിലൊരു ചായ വേണം. മധുരം കുറച്ച് മതി. വേഗം കൊണ്ടുവാ. മേഡം, ചായ. എന്താ ടീച്ചർ, എന്തുട്ടായി? ഒന്നുമില്ല. പിന്നെന്താ നിലവിളി കേട്ടല്ലോ? ഇവിടെ ആരും നിലവിളിച്ചില്ലല്ലോ. അപ്പൊ ഞാനെന്തോ നിലവിളി കേട്ടത്? ടീച്ചർ, ഇവിടെ ആരെങ്കിലും വന്നിരുന്നോ? ഇവിടെ അങ്ങനെ ആരും വന്നില്ലല്ലോ. അപ്പോ ഈ ചായ? അത് മാധവന്റെ പണിയാ. ഞാൻ കുളിച്ചു വരുമ്പോഴേ ചിന്തി കിടക്കുന്നുണ്ടായിരുന്നു. ഈയിടെയായിട്ട് മാധവന് ഒരു ശ്രദ്ധയില്ല. അവനിങ്ങ് വരട്ടെ. ടീച്ചർ എന്താ ഇന്ന് പതിവില്ലാത്ത വേഷത്തിൽ? അങ്ങനെ വല്ലപ്പോഴും കോളേജിൽ പഠിച്ച ദിവസങ്ങൾ ഓർത്തു പോകുമ്പോ ഇങ്ങനെയൊക്കെ ഡ്രസ് ചെയ്യാറുണ്ട്. രാജേഷേ, എന്താ ആകാശിനെയും ദീപേനെയും കാണുന്നില്ല? ടീച്ചർ, ഇവർ രണ്ടുപേരും എവിടെ പോയിട്ടുണ്ടാവും? ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യം എന്നോട് ചോദിച്ചാ ഇതിന് ഞാൻ എന്ത് മറുപടി പറയാനാ? ശരി ടീച്ചർ, ഞങ്ങൾ കണ്ടുപിടിച്ചോളാം. രാജേഷ്, ചിലപ്പോൾ നമ്മളോട് പറയാതെ വേറെ എവിടെങ്കിലും പോയി കാണുമോ? അങ്ങനെ അവർ പറയാതെ പോവില്ല. ശരി, എവിടെ പോവാനാ? വാ നോക്കാം. സിന്ധു കുഞ്ഞെ, നിങ്ങൾ എല്ലാവരും കൂടെ എപ്പോഴാ പോകുന്നേ? എന്തിനാ? അല്ല, അതുവരെ ഒരു ലീവ് എടുക്കാലോ എന്ന് വിചാരിച്ചിട്ടാ. അപ്പൊ ഞങ്ങൾക്ക് ആര് ഭക്ഷണം ഉണ്ടാക്കി തരും? ഞാനിവിടെ ഭക്ഷണം പാകം ചെയ്യാൻ നിന്നാലേ ചിലപ്പോഴെന്നെ ഭക്ഷണമാക്കി കളയും. മാധവന് ഭക്ഷണം ആക്കുന്നോ? ആര്? എന്തിന്? മാധവൻ എന്താ ഈ പറയുന്നേ? അല്ല, നിങ്ങളുടെ കൂടെ വന്നിട്ടില്ലേ? സിന്ധു, എന്താ ഇത്? എന്താ ഇവിടെ നടക്കുന്നത്? രാജേഷ്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. സിന്ധുവിന്റെ അച്ഛൻ എവിടെ പോയി? എനിക്കറിയില്ല. ഇനിയിപ്പോ ഇവിടെ എന്തൊക്കെ നടക്കും ആർക്കറിയാം? രാജേഷേ, നമുക്ക് ഉടനെ തിരിച്ചു പോവാം. മണ്ടത്തരം പറയാതെ ഒന്ന് ചുമ്മാ ഇരിക്കുവോ? നമ്മുടെ കൂടെ വന്ന ആകാശനെ ദീപയും കാണാതെ നമ്മൾ എന്ത് തീരുമാനം എടുക്കും? നിങ്ങൾ തന്നെ ഒന്ന് പറ. എന്താ എല്ലാരും കൂടെ ഒരു ഗൂഢാലോചന? ഡാഡി, ഇവിടെ എന്ത് നടക്കുന്നു? ആകാശിനെ ദീപയും കാണുന്നില്ല. ടീച്ചറിന്റെ സ്വഭാവം ആകെ മാറിപ്പോയി. എന്താ എല്ലാരും മിഴിച്ചു നോക്കുന്നത്? നിങ്ങളുടെ ടീച്ചറുടെ പെരുമാറ്റം മാറി എന്ന് ആര് പറഞ്ഞു? ഇപ്പൊ ഒരു മാറ്റവും ഞാൻ കാണുന്നില്ല.
എന്ത് പറ്റി? ടീച്ചറോ? ഡാഡി എന്താ ഇത്? എന്താണെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഞാനെങ്ങനെ ഇവിടെ വന്നു? ടീച്ചർ അവിടെ പോയി? ടീച്ചർ എന്താ ടീച്ചർ? എന്ത് സംഭവിച്ചു? എന്തിനാ കരയുന്നേ? ആഹാ, നല്ല അഭിനയം. മതി, ഇതിൽ കൂടുതലായ ബോറടിക്കും. സിന്ധുവിന്റെ ഡാഡി ഇനിയും തനിക്ക് വയസ്സായിട്ടില്ലെന്ന് ഇപ്പൊ തെളിയിക്കുന്നു. രാജേഷ്, നീ എന്താ മര്യാദയില്ലാതെ സംസാരിക്കുന്നേ? മര്യാദയുടെ ബാല്യം അറിയാത്തവർക്ക് അത് ഉപയോഗിക്കാൻ അർഹതയില്ല. ആണോ ലീലോ തനിക്ക്? ഞാൻ പറയുന്നൊന്ന് കേൾക്കില്ല. കേക്കണ്ട. ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്കിനി കോളേജിൽ പോണം. ആകാശിന്റെ ദീപയുടെ കാര്യം ഒന്നും അറിയാൻ സാധിക്കുന്നില്ല. ശാരദ ടീച്ചറിന്റെ കാര്യത്തിലും ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. അതെങ്ങനെയാ? സിന്ധു വായ തുറന്ന് സംസാരിച്ചാലല്ലേ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാൻ പറ്റൂ. രാജേഷ്, ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമ്മൾ തന്നെ എന്തെങ്കിലും ഒരു തീരുമാനത്തിലെത്തണം. അല്ലാതെ ഓരോരുത്തരോട് ചോദിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യവും നടക്കില്ല. എല്ലാരും കൂടെ ചേർന്ന് സിന്ധുവിനെ കുറ്റപ്പെടുത്തുന്ന എന്തിനാ? സിന്ധു നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കുട്ടിയല്ലേ? നമ്മുടെ സുഹൃത്തുക്കൾ 2 പേർ കാണാതെ പോയതിനും ശാരദ ടീച്ചറിന്റെ മാറ്റത്തിനും സിന്ധു എന്ത് തെറ്റാ ചെയ്തത്? ഓ, സപ്പോർട്ടായിരിക്കും. ആ, സപ്പോർട്ട് തന്നെ. ശരി, വെറുതെ നമ്മൾ വഴക്കിടണ്ട. നമ്മൾ തന്നെ വഴി കണ്ടെത്തണം. നിങ്ങളുടെ തീരുമാനത്തോട് ഞാൻ യോജിക്കുന്നു, അത്ര തന്നെ. ഓക്കെ? എന്താടാ നീ വാലില് തീ പിടിച്ചമാര് ഓടി വരുന്നത്? ബംഗ്ലാവിൽ പ്രേതം. നീയല്ലാതെ ബംഗ്ലാവില് വേറൊരു പ്രേതോ? തമാശ വീട് ജാമി. മുതലാളി ആകെ വിഷമത്തിലാണ്. സിന്ധു കുഞ്ഞിന്റെ ടീച്ചറുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട്. പ്രേതം കൂടിയ പോലുണ്ട്. എന്തെങ്കിലും ചെയ്യണമെന്ന് മുതലാളി പറയാൻ പറഞ്ഞു. ഞാനെന്ത് ചെയ്യാനാ? ആ, ഒരു മന്ത്രവാദിയുണ്ട്. വേണമെങ്കിൽ നമുക്ക് അവിടെ വരെ ഒന്ന് പോയി നോക്കാം. വേണമെങ്കിലല്ല, വേണം. എനിക്കിപ്പൊ തന്നെ പോണം. എനിക്കാകെ പേടിയാവുന്നു. നീ പേടിക്കണ്ട, നിന്റെ ദേഹത്ത് പ്രേതം കേറൂല. ഒരു പ്രേതത്തിന്റെ ദേഹത്ത് മറ്റൊരു പ്രേതം കേറൂല മോനെ. പ്രേതം വകതിരിവുള്ളവരാ. നീ വാ.